ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെയാണ് ഫയൽ ട്രാൻസ്ഫറിങ്. കുറച്ച് നാൾ മുമ്പേ തന്നെ നമ്മൾ ഷെയർ ഇറ്റും എക്സെൻറ്ററും ഒക്കെ വെച്ചാണ് ഫയൽസും മൂവീസും ആപ്സും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷെ ഇപ്പം കുറെ ആപ്സ് ഒക്കെ പ്ലേ സ്റ്റോറിൽ നിന്ന് മാറ്റിയത് കാരണം നമുക്ക് അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയണം എന്നില്ല. അപ്പം ആ ഒരു ആപ്ലിക്കേഷനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. അതിന്റെ പേരാണ് സാപ്യ. അപ്പൊ സാപ്യ ആപ്പ് എന്ന് പറയുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഫോൺ ടു ഫോണോ ഫോൺ ടു PC ടു ഫോണോ ഡയറക്ട്ലി ലാർജ് ഫയൽസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും വിത്തൗട്ട് എനി ഇന്റർനെറ്റ് കണക്ഷൻ. നെറ്റ് ചാർജസോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് ഈസി ആയിട്ട് നമ്മൾ എങ്ങനെയാണോ ഷെയർ ഇറ്റ് ചെയ്തിരുന്നത് കുറച്ചും കൂടെ എക്സ്ട്രാ സ്പീഡിൽ നമുക്ക് ഇതിൽ കൂടെ ഫയൽ ട്രാൻസ്ഫറിങ് ചെയ്യാൻ പറ്റും. അപ്പൊ സപ്യ ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് കിട്ടും. നല്ലൊരു ആപ്ലിക്കേഷൻ ആണ്. അപ്പൊ അത് ഡൗൺലോഡ് ചെയ്യാം. ആദ്യം പ്ലേ സ്റ്റോറിൽ കയറി സപ്യ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ അതിന്റെ റേറ്റിംഗ്സ് അബൌട്ട് എല്ലാം കാണാൻ സാധിക്കും. അതിനുശേഷം അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് കാണാം. അപ്പൊ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ആപ്ലിക്കേഷൻസ് ഏത് ആപ്പ് വേണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ലാർജ് മൂവി ഫയൽസ് ആയാലോ വേറെ എന്തെങ്കിലും ഫയൽസ് ആയാലോ നമുക്ക് ഇതിൽ കൂടെ ജസ്റ്റ് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഷെയർ ചെയ്തെടുക്കാം. ഫോട്ടോസ്, മൂവീസ് ആയാലും ഫയൽസ്, ഡോക്യുമെന്റ്സ് ആയാലും എല്ലാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് തന്നെ മൊബൈൽ ടു മൊബൈൽ അല്ലെങ്കിൽ മൊബൈൽ ടു PC ഷെയർ ചെയ്യാം. അപ്പൊ ഇതിൽ ഞാൻ സെൻഡ് ചെയ്യുന്നു, എന്റെ ഫ്രണ്ടിനോട് ഒരു മൂവി അല്ലെങ്കിൽ ഒരു ഫയൽ സെൻഡ് ചെയ്യുകയാണെങ്കിൽ ആ നടുക്കത്തെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ സെൻഡ് ഓർ റിസീവ് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ജോയിൻ ഓർ ക്രിയേറ്റ് അങ്ങനെ ഏതെങ്കിലും രണ്ട് ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പൊ ക്രിയേറ്റ് ആണെങ്കിൽ നമ്മൾ ഒരു ഫ്രണ്ടുമായിട്ട് കണക്ട് ആകണം. ഒന്നെങ്കിൽ QR കോഡ് വെച്ച് സ്കാൻ ചെയ്യണം ഫോൺ ടു ഫോൺ ആണെങ്കിൽ. അപ്പൊ നമ്മൾ കണക്ട് ആയിട്ട് പിന്നെ ഫയൽസ് സെൻഡ് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ PC ടു ഫോൺ ആണെങ്കിൽ PCയിൽ ക്രിയേറ്റ് എ ഗ്രൂപ്പ് കൊടുത്തിട്ട് ആ ഗ്രൂപ്പിലോട്ട് ഫോൺ വെച്ച് ജോയിൻ ആകുക. അതും ഈസിയാണ് കണക്ട് ആവാനൊക്കെ ആയിട്ട്. കണക്ട് ആയി കഴിഞ്ഞാൽ ഫോൺ കണക്റ്റഡ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്നിട്ട് ഫയൽസ് എന്തായാലും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാം. പെട്ടെന്ന് തന്നെ നമുക്കിത് എത്ര വലിയ ഫയൽസ് ആയാലും വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടും. ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ ആയിട്ടാണ് സപ്യ ഫയൽ വന്നേക്കുന്നത്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ ഫോണിൽ തന്നെ ഫയൽസ് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കാണുമല്ലോ. അപ്പൊ ആ ഫയൽസ് വെച്ചിട്ട് നമുക്ക് ഷെയർ ഓപ്ഷൻ ഉണ്ട്. അതിലും ഡയറക്റ്റ് നമുക്ക് ഫോൺ ടു ഫോൺ ലൊക്കേഷൻ ഓൺ ചെയ്താൽ ഫോൺ ടു ഫോൺ അതും പെട്ടെന്ന് തന്നെ നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. അപ്പൊ വേറെ ആപ്ലിക്കേഷന്റെ ഒരു ആവശ്യമില്ല. ഷെയർ ഓപ്ഷനിൽ വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് 1GB 2GB ഫയൽസും മൂവീസും ട്രാൻസ്ഫർ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരെണ്ണം എന്ന് പറയുമ്പോൾ നിയർ ബൈ ഷെയർ ആണ്. നമ്മളെ ഫോണിൽ എല്ലാവർക്കും ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ് നിയർ ബൈ ഷെയർ. നിയർ ബൈ ഷെയർ എന്ന് പറയുമ്പോൾ അത് സെലക്ട് ചെയ്തിട്ട് നമ്മളെ ലൊക്കേഷൻ ഓൺ ആക്കിയ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത എന്റെ ഫ്രണ്ടിന്റെ ഫോൺ ആണെങ്കിൽ ഞാനും ആ ഫ്രണ്ടും കൂടെ നിയർ ബൈ ഷെയർ ഓൺ ആക്കിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് കണക്ട് ആയി നമുക്ക് ഫയൽസും ഫോട്ടോസും എല്ലാം ഷെയർ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഫയൽ ഷെയറിങ്ങിന് വേണ്ടി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് മെത്തേഡ്സ്. സോ എല്ലാവർക്കും വീഡിയോ കൂടെ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നത് എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിൽ നമ്മൾ നെറ്റ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് ലൊക്കേഷനും ബ്ലൂടൂത്തും വൈഫൈ ആണ് ഓൺ ചെയ്ത് വെക്കുന്നത് ഫോർ ദ കണക്ഷൻ. വേറെ ഒരു പ്രശ്നവും ഇല്ല ഇതിൽ ഉപയോഗിക്കുന്നതിന്. സോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോട് ഇത് ഷെയർ ചെയ്യുക. പുതിയ കൂട്ടുകാർ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഓൺ ആക്കി വെക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ.